ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവർ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സേക്കുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ ഈ ഒരു 1 ഇയർ എൻ്റെ ഈ ഒരു മദർഹുഡ് ജേണിയും ഇതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പണ്ടൊക്കെ ഷോപ്പിങ്ങിന് പോകാൻ എന്ത് സിമ്പിളായിരുന്നു, ചുമ്മാ കയ്യും വീശി അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെ അല്ലല്ലോ, സേക്കുനില്ലേ. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയുള്ള എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഷോപ്പിങ്ങിന് പോകാറ് കേട്ടോ. അവൾക്കൊരു കുറുക്കും പിന്നെ പാല് കലക്കാനുള്ള വെള്ളവും അല്ലാതെ കുടിക്കാനുള്ള വെള്ളവും പിന്നെ കുറച്ച് സ്നാക്സും ഇതെല്ലാം ഞാൻ എടുത്ത് വെക്കാറുണ്ട്. ആക്ച്വലി ഇന്ന് നമ്മൾ കുറച്ച് ദൂരോട്ടാണ് പോകുന്നത്. ഒരു 45 മിനിറ്റ്സോളം ട്രാവലിംഗ് ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഇവിടെ അടുത്ത് ഷോപ്സൊക്കെ ഭയങ്കര കുറവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 വീക്സൊക്കെ കൂടുമ്പോൾ നമ്മളിങ്ങനെ പോയി കുറച്ച് ദൂരോട്ടൊക്കെ പോയാണ് അത്യാവശ്യം നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. സോ ഞാനൊക്കെ ഇന്ന് സ്നാക്സിൽ ഓറഞ്ചും അതുപോലെ തന്നെ ബിസ്ക്കറ്റുമാണ് എടുത്തത്. ഇതൊരു 6+ മന്ത്സിൻ്റെ ബിസ്ക്കറ്റ് കേട്ടോ. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ ഞാൻ ഇങ്ങനെ ബിസ്ക്കറ്റ്സ് കൊടുക്കാറ്, അല്ലാതെ അങ്ങനെ കൊടുക്കാറില്ല. കാരണം അവർക്ക് ഇങ്ങനെ കടിച്ച് തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൂടുതൽ ഞാൻ ഇങ്ങനത്തെയാണ് എടുത്ത് വെക്കാറ് കേട്ടോ. പിന്നെ വേണ്ട ഐറ്റംസ് എല്ലാം ഈ പ്രാവശ്യം ഞാൻ ഒരു പേപ്പറിലാണ് എഴുതി വെച്ചത് കേട്ടോ. ചിലപ്പോൾ ഫോണിലായിരിക്കും എഴുതി വെക്കാറ്. ഇന്ന് ഞാൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതങ്ങ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ സേക്കുവിൻ്റെ ബർത്ത്ഡേയും കൂടി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ. സോ അതിന് വേണ്ടിയുള്ള കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. വലിയ സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇക്കുവിൻ്റെ ഫാമസിൽ എല്ലാവർക്കും ഫുഡും എടുക്കണം. സോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ അമ്മമാരുടെയും ബാഗിൽ കണ്ണൂട്ട് എൻ്റെ ബാഗിലുള്ള സ്ഥിരം കാണുന്ന ഐറ്റംസ് ആണ് അതൊക്കെ കേട്ടോ. ഡയപ്പറും പിന്നെ അവളുടെ ഡ്രസ്സും വൈബ്സും ഇതൊക്കെ തന്നെ. മദർഹുഡ് ജേണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാനൊരു അമ്മയായതിനു ശേഷം എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുഞ്ഞിനെ എനിക്ക് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ ഒന്ന് ഹാൻഡിൽ ചെയ്തതെന്ന് പോലും എനിക്ക് തീരെ അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ. സോ സേഫ് കുഞ്ഞ് ആ ഡെലിവറി ഒക്കെ സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ നല്ല കോളിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ കുറേ മാസങ്ങളിൽ. സോ അവൾ നല്ല കവിട്ടുമായിരുന്നു, രാത്രി നല്ല കരച്ചിലായിരുന്നു. സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. ഞാൻ പാല് കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കാണോ, അത് കുഞ്ഞിന് വിശക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും തെറ്റ് കാരണമാണോ, ഇങ്ങനത്തെ പല ഡൗട്ട്സും എനിക്ക് ആ ഒരു സമയത്ത് വരുമായിരുന്നു കേട്ടോ. ആ ഒരു സമയം എന്ത് ഡൗട്ട്സ് ഉണ്ടായാലും ഒന്നെങ്കിൽ ഗൂഗിള് അല്ലെങ്കിൽ ChatGPT, ഇത് രണ്ടുമാണ് ഞാൻ കൂടുതലും ആശ്രയിച്ചിരുന്നത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇത് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വരെയാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്. സോ ഈ ഒരു ബിൽഡിംഗ് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം മാറ്റം ഉണ്ടായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നന്നായിട്ട് പണി നടക്കുന്നുണ്ട്, പക്ഷേ എന്നാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. സോ എനിവേസ് നമ്മൾ ഇതുകൊണ്ട് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. സേക്കുഞ്ഞിന് ഞാൻ ജസ്റ്റ് ഒരു ടീഷർട്ട് മാത്രം എടുത്തിട്ട് ഇങ്ങനെയാണ് പോവാറ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം കേട്ടോ. അവളെ ഭയങ്കര സിമ്പിളായിട്ട് കൊണ്ടുപോകും. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ അവളുടെ ഡയപ്പറും ചേഞ്ച് ചെയ്ത് അവൾക്ക് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് അവളെ ഒന്ന് ഒരുക്കുന്നത് കേട്ടോ. ആക്ച്വലി ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് അവളെ സെറ്റാക്കിയിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോൾ അവളൊരു കോലമാവും. അതുപോലെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സിലൊക്കെ ആയി അങ്ങനെ ആകെ ഒരു കോലമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. അവൾക്കും ഇതാണ് നല്ല കംഫർട്ടബിൾ കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 വീക്സ് കൂടുമ്പോൾ അല്ലേ വരുന്നത്, അപ്പോൾ ഇച്ചിരി ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ അതിന് ശേഷം കുഞ്ഞിൻ്റെ ഗോൾഡ് എല്ലാം ഒന്ന് ചേഞ്ച് ആക്കണം, മാറ്റി വാങ്ങണമെന്നുണ്ട്. അവളുടെ ഗോൾഡ് എല്ലാം അവൾ പൊട്ടിച്ചിട്ടേക്കാണ്. വളയായാലും മാല കടിച്ചു പൊട്ടിക്കും, വളയാണെങ്കിൽ അടിച്ചു പൊട്ടിക്കും, കൊലുസാണെങ്കിൽ അതും പൊട്ടിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി വാങ്ങണമെന്നുണ്ട്. സോ അതിന് സമയമുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിയിട്ട് പോകണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് കയറുകയാണ്. ആക്ച്വലി ഇതോ ഇങ്ങനെയൊക്കെ ഇരുന്ന് പോകുമ്പോഴത്തേക്കിനും എല്ലാവരും ഓർക്കും എന്ത് ഡീസൻ്റ് ആണെന്ന്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. 5-10 മിനിറ്റ് ഇങ്ങനത്തെ ഇരുത്തേ ഇവിടെ കാണത്തുള്ളൂ. അതിന് ശേഷം അവളുടെ ബഹളമാവും. അതെടുക്കാൻ നോക്കലാവും, ഇതെടുക്കാൻ നോക്കലാവും, അങ്ങനെ ഒരു ബഹളം തന്നെയായിരിക്കും. സത്യം പറഞ്ഞാൽ ഇവളുമായിട്ടുള്ള ഈ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഡ്വഞ്ചർ പോലാണ്. സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡും കഴിച്ച് പിന്നെ അവളുടെ ഗോൾഡും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇത് ഞാനുമായിട്ട് അടി ഉണ്ടാക്കി പോയി വാങ്ങുന്നതാണ്. ക്യാമലിൻ്റെ മീറ്റാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമൽ മീറ്റൊക്കെ വാങ്ങിയാൽ അത് വേവിക്കാൻ നല്ല ലേറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ആൾ തന്നെ കുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് പോയി വാങ്ങിയിട്ട് വന്നതാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ വെറൈറ്റി ഒന്നും ഉണ്ടാക്കാറില്ല, എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല കേട്ടോ. ഇത് ഇക്കുവിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവിടുത്തെ ഫാർമസിയിൽ ഇക്കുവിൻ്റെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ആ ഫാർമസി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾ വന്ന് എനിക്ക് നല്ല ഹെൽപ്പാണ്. ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ആൾ ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ വിളിക്കും. എനിക്കും അത് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. കാരണം സേഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. സേഹു കൂടെ നടന്നോളൂ ആളുടെ കൂടെ. അപ്പം എനിക്ക് ഷോപ്പിംഗ് ഒക്കെ ഇച്ചിരി കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ.
പിന്നെ അതുകൊണ്ട് മലബാറിൽ പോയിട്ട് നമ്മൾ ഗോൾഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ മിസ്സായി. ഇനി ബർത്ത്ഡേ വിശേഷങ്ങളായാലും ആക്ച്വലി തലേ ദിവസം നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹാപ്പിനെസ്സിനും ഒരു മെമ്മറിക്കും ഒക്കെ വേണ്ടിയായിട്ട് കേട്ടോ. സോ കുറച്ച് ബലൂൺസൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സേക്കുന് ഉറങ്ങാതിരിക്കുകയാണ്. അവളുടെ ബർത്ത്ഡേ ആണെന്ന് അവൾ അറിഞ്ഞോന്ന് എന്ന് എനിക്കറിയില്ല. അന്ന് ഉറക്കവേ ഇല്ലായിരുന്നു. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് ഉറങ്ങിയത് കേട്ടോ. ഇടയ്ക്കൊന്ന് ഉറങ്ങി, പിന്നെ ഇക്കു വന്നപ്പോൾ ഇക്കുവിന് ഇന്ന് 12 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കു വന്നപ്പോൾ പിന്നെ എഴുന്നേറ്റു. അങ്ങനെയൊക്കെയായിരുന്നു ആളിന്ന്. ഈ ഒരു മദർഹുഡ് ജേണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു സേഫുവിൻ്റെ മൈൽ സ്റ്റോൺസ് കേട്ടോ. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഓരോ സ്റ്റേജസും. ആക്ച്വലി ഇവൾ കമന്ന് വീഴാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കമന്ന് വീണു, ഒരു 3 to 4 months എന്തോ ആയപ്പോൾ കമന്ന് വീണു. പക്ഷെ പിന്നെ അങ്ങോട്ട് കമന്ന് വീഴുന്നില്ലായിരുന്നു കേട്ടോ. അവൾക്ക് അങ്ങനെ കമന്ന് കിടക്കാനൊന്നും തീരെ ഇഷ്ടമില്ലായിരുന്നു. ഞാനിങ്ങനെ എന്താ ടമ്മി ടൈമൊക്കെ കൊടുത്താലും അതിനൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു കുട്ടിയായിരുന്നു. സോ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടറിനോട് പറഞ്ഞു, ഒരു പ്രാവശ്യം കമന്ന് വീണെങ്കിൽ അത് കമന്ന് വീണതായിട്ട് കൂട്ടിയാൽ മതി, കാരണം ചിലവർ അത് സ്കിപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേഹു അത് വലിയതായിട്ടൊന്നും കമന്ന് അവൾ കിടന്നിട്ടില്ല. അവൾ അത് സ്കിപ്പ് ചെയ്തിട്ട് അവൾക്ക് കൂടുതൽ ഇരിക്കാനായിരുന്നു ഇഷ്ടം കേട്ടോ. അങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് എനിക്കത് ഭയങ്കരമായിട്ട് ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇത് ബർത്ത്ഡേ ദിവസമാണ്. ഇക്കുവിൻ്റെ ഫാർമസിയിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും വന്ന്, എല്ലാവരും ഇല്ല കേട്ടോ, രണ്ടുപേരായിട്ടാണ് വന്ന്. ഫാർമസി ഓപ്പൺ ആണല്ലോ, അതുകൊണ്ട് രണ്ടുപേര് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാം സെറ്റായിട്ട് പോയിട്ട് പിന്നെ രണ്ടുപേര് വന്ന്. ഇവിടെ അടുത്ത് തന്നെ ഇക്കു വർക്ക് ചെയ്യുന്ന ഫാർമസി, അതുകൊണ്ട് പോയി വരാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ സേവുവിന് കിട്ടിയ ഗിഫ്റ്റാണിത്. ഈ ഒരു ഡ്രസ്സും ടോയ്സും പിന്നെയും ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിന്. സോ അതൊക്കെയായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നെ നമ്മൾ ചെറിയൊരു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് മുറിച്ചപ്പോൾ വേറെ ആരും ഇല്ല, നമ്മളും പിന്നെ വീഡിയോ കോളിൽ രണ്ട് വീട്ടിലും വീഡിയോ കോൾ ചെയ്തിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ കേക്ക് മുറിച്ച്. അങ്ങനെയായിരുന്നു നമ്മൾ ഇവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പാർക്ക്. അവിടെ പോയി എഴിഞ്ഞ് നടക്കാനാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഈവനിങ്ങിൽ പാർക്കിലും കൂടാണ് പോയത്. ആക്ച്വലി ഈ ഒരു മദർഹുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കളിയും ചിരിയും ബഹളവും ഇങ്ങനെ മാത്രമല്ല കേട്ടോ. നമ്മളിങ്ങനെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, അവരെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നല്ലോ, നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ലല്ലോ, നമുക്കെന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കാറുണ്ടായിരിക്കും. ആക്ച്വലി നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റത്തെ വീഡിയോസ് അത് മാത്രമല്ല നമ്മുടെ ലൈഫ് കേട്ടോ, അതിന് പുറത്തൊരു ലൈഫുണ്ട്. എനിക്ക് ഈ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ദേഷ്യം വരാറുണ്ട് ചില സമയത്ത് കേട്ടോ. എനിക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ദേഷ്യപ്പെടാനായിട്ടും. അതിനൊക്കെ ഞാൻ ഇക്കുവിനെ സമ്മതിക്കുന്നത് കേട്ടോ. ഞാനൊന്ന് ദേഷ്യപ്പെട്ടാലോ ആൾ തിരിച്ച് ദേഷ്യപ്പെടാനോ ബഹളം വെക്കാനോ അങ്ങനെയൊന്നും വരില്ല. ആളെന്നെ നന്നായിട്ട് മനസ്സിലാക്കാറുണ്ട് കേട്ടോ. എൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എന്ന് ആർക്കും മനസ്സിലാവും. സോ എനിക്ക് ഈ ഒരു 1 ഇയറിൽ എനിക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ കുറച്ച് ദേഷ്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ടായിട്ടുണ്ട് കേട്ടോ. മെയിൻലി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടും കൂടെ ആയിരിക്കും. മെയിനായിട്ട് എനിക്ക് ജോബ്, കരിയർ ഗ്രോത്ത് ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വിഷമവും സങ്കടമൊക്കെ തോന്നും. ഇനി എപ്പോൾ എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെയൊക്കെ തോട്ട് എനിക്ക് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് കേട്ടോ. പിന്നെ ചില ദിവസം ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഈ ഒരു 1 ഇയർ ജേർണി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് സേവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിലെല്ലാം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. സോ ഞാനും മൈക്കും മാത്രമേ ഉള്ളൂ, എന്നിട്ടും എനിക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ അൽഹംദുലില്ലാ പറ്റുന്നുണ്ട്. സോ അതിലൊക്കെ ഞാൻ അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.